ഒരു 2 മണിക്കൂർ നടന്നാൽ മതി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ തലയിൽ എന്ത് സാധനമാണ് ഇരിക്കുന്നത്? ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രജനെ വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു സാധനം കാണിക്കാം കേട്ടോ, ഒരു സംഭവം ഇവിടെ ഉള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർ കാട്ടിലുള്ള ഡോക്ടർമാരാണ്. ഇത് കാട്ടുചേന എന്നാണ് അറിയപ്പെടുന്നത്. കാട്ടുചേന അല്ല, ഇത് മനുഷ്യന് ഉപകാരം ചെയ്യാനും പറ്റും, ഈ സാധനം കൊണ്ട് ഉപദ്രവിക്കാനും പറ്റും. ഈ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരാളാണ്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ ഇദ്ദേഹം ഒരു സാധനം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആനയൊന്നും കാണുന്നില്ല ഇതൊക്കെ. ഇവൻ അവിടം തൊട്ട് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. പുള്ളിയാണ് കൃത്യമായിട്ട് വഴി. ഇവിടെ ഒരു തിരി കത്തിക്കണം എന്നുള്ളതാണ്. നമ്മുടെ വണ്ടി ഇവിടം വരെ വരത്തുള്ളൂ. ഇവിടെ കുറെ നടക്കണം. ഇപ്പോഴും വനത്തിനകത്ത് തന്നെ. സാറേ വാ, നമുക്ക് ആ ഊരിലേക്കുള്ളവർക്ക് ഭക്ഷണം നമ്മൾ 150-200 പേർക്ക് നമ്മൾ ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സാറൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് മാത്രമല്ല കുറച്ച് കാര്യങ്ങളുണ്ട്. കാണാം. അങ്ങനെ പൊക്കോണ്ടിരിക്കുക. കൂവ ഉണ്ടോ? ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ പോകുന്നത്. ഇവരിത് കൃഷിക്കായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂവ സർക്കാർ ഇങ്ങനെ കൃഷിക്കായിട്ട് ഭൂമി കൊടുക്കുമല്ലോ. ഇതെടുത്തിട്ടേ ഉണക്കി അരച്ചിട്ട് ഒരു 7 പ്രാവശ്യം വെള്ളത്തിൽ കറക്റ്റ് ആക്കിയിട്ട് ഇത് കൂവപ്പൊടിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ കപ്പയുണ്ട്. മേലെല്ലാം കൃഷിക്ക് വേണ്ടിയെല്ലാം അത് കല്ലടിക്കുന്നുണ്ടോ? കല്ലൊക്കെ വൃത്തിയായിട്ട് അടിക്കുന്നത്. പിന്നെ കവുങ്ങുണ്ട്. കവുങ്ങ് ഇഷ്ടം പോലെ കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയ്ക്കൊക്കെ മറ്റേ കുരുമുളകുണ്ട്. ഇവിടുത്തെയൊക്കെ കുരുമുളക് എന്ന് പറഞ്ഞോണ്ടല്ലോ നമ്പർ 1 ക്വാളിറ്റിയാ. കാരണം കാടിന് നടുക്കുള്ള സ്ഥലമാ. ഇവിടുന്ന് കാണുന്ന വിഷ്വലൊക്കെ നോക്കി എന്ത് രസമല്ലേ. ചുറ്റും മലയാ കേട്ടോ, ഭയങ്കര രസമാണ്. പിന്നെ ചക്കയുണ്ട്, കോലിഞ്ചി ഇഷ്ടംപോലെ കോലിഞ്ചി ഉണ്ട്. കയറ്റം കണ്ടില്ലയോ? അതേ കുത്തനെ കിടക്കുക. അതല്ല ഈ സൈഡ് നോക്കിയേ, അവരാ കുത്തനെയുള്ള കയറ്റത്തിനെ കൃഷി കറക്റ്റ് ആക്കാൻ വേണ്ടി തട്ടാക്കിയേക്കുന്നുണ്ടോ. താഴെ ചീനിയൊക്കെ നട്ടിട്ടുണ്ട്. പ്രചരിതണ്ടോ? കാട്ടുകൊടിയാ. ഇത് കണ്ടോ നിൽക്കുന്നുണ്ടോ? ഇത് ഭയങ്കര ക്വാളിറ്റിയുള്ള കുരുമുളകാ. കണ്ടോ പ്രചന? ഇനി പോകുന്ന സംഭവം കണ്ടോണം. ദേ ഇതേപോലുള്ള കാട കണ്ടോ? ഇതെല്ലാം കോലിഞ്ചി. ഇത് കണ്ടോ? ഇതേപോലുള്ള കാട്ടി കൂടെ ഇനി പോകുന്നേ. ഏലമല്ല, ഇത് കോലിഞ്ചി. ഇത് റോഡായിരുന്നല്ലേ? ആ ചേട്ടൻ പറഞ്ഞത് ഇത് റോഡായിരുന്നു. പക്ഷെ മഴവെള്ളപ്പാച്ചിലിന് മൊത്തം ഫുള്ള് തകർന്നു പോയതാ. അതെ, ഇത് കണ്ടോ അത്രയും വെള്ളം ഒഴുകി വന്ന് കാണുമല്ലേ? അത് തന്നെ. ഇവിടെ ഇദ്ദേഹം ഒരു സാധനം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേ ചേട്ടാ. ഇതൊന്ന് പറഞ്ഞു കൊടുത്തേ എന്താണെന്ന്. കാരണം നമ്മള് ശരിക്കും ഒരു എന്തോ വലിയ പ്രാധാന്യമുള്ള ചെടിയാലെയോ. അതെ, അഗസ്ത്യവനത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതാണ് ഈ ആരോഗ്യ പച്ച എന്ന് പറയുന്നത്. എന്താണ് ഈ സാധനം? ആരോഗ്യ പച്ച എന്ന് പറയുന്ന സാധനം കണ്ടോ? ദേ ഈ അങ്ങോട്ട് ഇപ്പോൾ ഇഷ്ടം പോലെ കണ്ടോ. എന്തായിട്ട് ഇതിൻ്റെ പ്രത്യേകത? ഇത് മെയിനായിട്ട് ഇത് ഹെൽത്തിയാണിത്. കഴിക്കാറുണ്ട്. ഇതിൻ്റെ കിഴങ്ങുണ്ട്, നോക്കിയാൽ അറിയാം. കിഴങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പില്ലായ്മ. അതിന്റെ കായ നോക്കി ചേട്ടാ. അത് കായാണ്. ഇത് കണ്ടോ? ഇതാണ് ഇതിന്റെ ഈ കാ കഴിക്കൂലയോ? കഴിക്കാം. ചേട്ടൻ ഈ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരാളാണ്. ഇവിടാണ് അദ്ദേഹത്തിന്റെ വീട് അല്ലയോ? ഓ പ്രജന, ഇങ്ങനെ ഒരു കായുണ്ട്. എന്ത് വരും ഈ സാധനം? ഇതിൽ കാട്ടിലെ പുന്ന എന്നാ പറയണേ. കാട്ടിലെ പുന്ന. ആ മരം ഇത് കണ്ടോ? അതെ, കാട്ടിലെ പുന്നയാണ്. ഇത് ആമ കൂടുതൽ കഴിക്കുന്നില്ലേ? ആമ എവിടെ ഉണ്ടെങ്കിലും ആമ ഇത് ഉള്ള സ്ഥലത്ത് വരും. ഓ ശരി, കണ്ടോ? ഇവൻ അവിടം തൊട്ട് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. പുള്ളിയാണ് കൃത്യമായിട്ട് വഴി. ഒരാളും അയാളുടെ മുമ്പിലില്ല. അയാൾക്ക് അറിയാൻ വഴി. നമ്മളെ കൊണ്ടുപോകാൻ മുന്നോട്ട്. അതെ തന്നെ. പ്രജനതേ അവിടെ പ്ലാവേ ചക്ക കണ്ടോ? ഇല്ല, അങ്ങോട്ട്. അത് വനത്തിനകത്തല്ലേ? കാട്ടിനകത്താ. ആനയൊന്നും കാണുന്നില്ല ഇതൊക്കെ. ഇനി നമ്മൾ കേറി പോകുന്ന വഴി നോക്കിയേ. വഴിന്ന് പറഞ്ഞാ വഴിയില്ല. അത് കുത്തനെ കിടക്കും കേട്ടോ. കുത്തനെ കിടക്കുക. ഇങ്ങനെ ഫുൾ മല. ഇതിന്റെ ഒക്കെ ഇത് നോക്കിയാ പാറക്കല്ലൊക്കെ. അയ്യോ, കുത്തനെ കിടക്കുക. ഒരു സാധനം കാണിക്കാം കേട്ടോ. ഒരു സംഭവം ഇവിടെ ഉള്ള പറഞ്ഞോണ്ടോ? ആള് ഫ്രണ്ടേ പോയിട്ടുണ്ട്. അയാള് മുമ്പേ ആടി. അതെ. പറഞ്ഞോണ്ട് വന്നോ? ഇത് നമ്മുടെ നാട്ടിൽ നോക്കി തന്നെ ഒരു കൊല പഴുത്ത് നിൽക്കുന്നത് പോലെ ഉണ്ട്. കൊല കുഞ്ഞി കറക്റ്റായിട്ട് ബാക്കി പഴുക്കാനുള്ളത് പോലെ. കാരണം വെച്ചാല് ഇത് കാട്ടുചേന എന്നാണ് അറിയപ്പെടുന്നത്. കാട്ടുചേന കുറെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം. മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യന് ഉപകാരം ചെയ്യാനും പറ്റും, ഈ സാധനം കൊണ്ട് ഉപദ്രവിക്കാനും പറ്റും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം, അല്ലാതെ ഉള്ളതിനും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു സംഭവം കണ്ടോ? ഭയങ്കര ഒരു പാറയാണ്. ആ പാറയുടെ മുകളിൽ നിൽക്കുന്ന ഒരു ആലം നോക്കിയേ. ആ വിഷയം കാണിച്ചേ. ദേ കണ്ടോ? ഭയങ്കര ഒരു ആല. അടിപൊളിയാട്ടോ. ഇതേപോലുള്ള കാഴ്ചകളായി കാണാൻ പോകുന്നത്. സാറേ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലല്ലേ? അവരവിടെ എത്തി കേട്ടോ. ഇല്ലേ, അദ്ദേഹത്തിന് നോക്കിയേ. കല്ലുവാഴയാ നിൽക്കുന്നുണ്ടോ? കല്ലുവാഴ. അത് കുറെ നാളെടുക്കും ശരിക്കും. സ്റ്റോണിനും പല സാധനത്തിനും മരുന്നായിട്ട് ഉപയോഗിക്കും. ഏകദേശം 5 വർഷത്തോളം എടുക്കും. 5 വർഷം റെഡിയായി വരാനായിട്ട്. കല്ലുവാഴ ഇങ്ങനെ പോവാണ്. ഒരാൾക്ക് നടക്കാവുന്ന ഒരു ഗ്യാപ്പേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ച് വേണം നടക്കാൻ. പോകുന്നുണ്ട്. താഴത്തേക്ക് നോക്കിയത് അവരൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്ര ഹൈറ്റിൽ നിന്നാണ് അവർ കയറി വരുന്നത് അല്ലേ? ഓക്കെ. ഇതുപോലെ മല തീരുന്നില്ല. മേളിലോട്ട് പോവാണ്. ഉള്ളിലോട്ട് പോകും തോറും
വനത്തിന്റെ ആ ഒരു കാഠിന്യം കൂടി വരുവാണ്. വേറൊരു വലിയ സംഭവം കാണിക്കാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ പാൻ മസാല എന്ന് പറയുന്ന സാധനമാണ്. ഭയങ്കര മണമാണ്. ഇത് വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ ശരിക്കും ദഹനം ഉണ്ടാകുന്ന സാധനം. പാൻ മസാല ദേ കാട്ടിലേ ഉണ്ടോ. ചെടിയല്ലേ? ഇതൊരു ചെടിയായത് ഔഷധ ചെടിയാ. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാല്ലേ ഒരു രക്ഷയില്ല കേട്ടോ. വേരൊക്കെ സത്യത്തിൽ വേരാണ് മണ്ണിടിച്ച് ഇല്ലെങ്കിൽ ഇത് മൊത്തം ഒലിച്ചു പോയാലുണ്ട. കറക്റ്റ് വേര് തടഞ്ഞു നിർത്തിയേക്കുവാണേ. അത് തന്നെ. അങ്ങനെ നമ്മൾ ആ സ്കൂളിലെത്തിയല്ലേ. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കും. പക്ഷേ വനത്തിന്റെ ഉള്ളിലാണ്. വനത്തിന്റെ ഉള്ളിൽ ഇവിടെ പണ്ടങ്ങാണ്ട് വരാൻ പറ്റുമായിരുന്നു തോന്നുന്നു. ഇപ്പൊ വഴിയൊക്കെ പോയെന്നാ പറഞ്ഞ. മണ്ണൊലിച്ച് മൊത്തവും പോയി. പിന്നെ ഈ മരമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ മഴ പെയ്യുവാണ്, എന്നിട്ട് പോലും നമ്മൾ ഇതിന് അടിയിലാണ് നിൽക്കുന്നല്ലേ. പിന്നെ നമസ്കാരം. നമ്മൾ നിൽക്കുന്ന കൊടും കാട്ടിലാണ്. കാടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ബിൽഡിങ് ഇതൊരു സ്കൂളാണ്. ഈ ബിൽഡിങ്ങിന്റെ സാധനം തന്നെ കൊണ്ടുവന്ന കഥ കേട്ടാൽ തന്നെ ഭയങ്കരമാണ്. കാടിന്റെ മക്കള് പഠിക്കുന്ന സ്കൂളാണ്. കുറേ പേര് ഇവിടെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്ന വരവ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്ര നടന്നാണ് വരുന്നത്. ഒത്തിരി താഴെയാണ് വണ്ടി ഇടുന്നത്. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കാൻ പോകും. ഇവിടെ ഒരു ചെറുതല്ല, ഒരു വലിയൊരു പ്രോഗ്രാം നടക്കാൻ വേണ്ടി വന്നതാണ്. അതെന്താന്ന് കാണാം. ശരിക്കും PKD നമ്മുടെ സാറിനെ എല്ലാവർക്കും നമ്മുടെ വീഡിയോസിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മഴക്കാലം അല്ലേ സാറേ. മഴക്കാലം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പുതപ്പുകളാണെങ്കിലും കൈലികളാണെങ്കിലും അങ്ങനെ കുറച്ച് സാധനങ്ങൾ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കൊന്ന് കൊടുക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് കാണുകയും ചെയ്യാം. ഭക്ഷണം അങ്ങനെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു ഭക്ഷണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാടിന് നടുവിരുന്ന് കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കഴിക്കാനും പറ്റി. നമ്മൾ രണ്ടാമത് നമ്മൾ ചോറ് വാങ്ങിക്കാറില്ല. രണ്ടാമതും ചോറ് വാങ്ങിച്ചു. അത് സദ്യയുണ്ടത്. പായസം കുടിച്ച് എല്ലാം അടിപൊളിയായിരുന്നു. അവരുടെയൊക്കെ സന്തോഷം കണ്ടു, എല്ലാവരും ഹാപ്പി. പിന്നെ വേറൊരു പ്രത്യേകത, മഴ മാറി തന്നെ എന്ന് പറഞ്ഞാൽ അഗസ്ത്യമുനിയുടെ ഒരു മണ്ണാണിത്. അപ്പം നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ട് തരാതെ വളരെ സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവും. ചുറ്റും മഴ പെയ്യാനായിട്ട് നിൽക്കുവാണ്, പക്ഷെ മഴ പെയ്തില്ല. പ്രജന ഇവിടുന്ന് 2 മണിക്കൂർ മതി അഗസ്ത്യ മലയിൽ എത്താൻ. അവിടെ എത്താനായിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ആ സ്ഥലത്ത് എത്താൻ 2 മണിക്കൂർ. പിന്നെ വേറെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിന്റെ ഒക്കെ പെർമിഷനോട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കയറാനായിട്ട് സാധിക്കില്ല. കൃത്യമായ പെർമിഷനും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരാനായിട്ട് സാധിക്കുള്ളൂ. ടീച്ചറെ നമ്മളിവിടെ വന്നു, ഒരു രക്ഷയില്ല. നടന്ന് കയറി വന്ന സംഭവം അറിയാലോ. നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് നടക്കുന്നത്, എന്തൊക്കെ പരിപാടിയാണ് ഇവിടെ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുദിനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം ഞങ്ങൾ സേവാഭാരതിയുടെ നിയന്ത്രണത്തിൽ ഉള്ള ഒരു പൊത്തോട് സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു ഏകാധ്യാപക വിദ്യാലയമുണ്ട്. അപ്പോൾ 83 സ്റ്റാർട്ട് ചെയ്തൊരു ഏകാധ്യാപക വിദ്യാലയമാണ്. അപ്പോൾ അവിടെയുള്ള 4ാം ക്ലാസ് വരെയുള്ള പഠിച്ചിട്ടുള്ള മുതിർന്ന ആൾക്കാരെ ഞങ്ങൾ ഓരോ വ്യക്തികളെ വീടുകൾ തോറും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തി അവർക്ക് തുല്യതാ വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തു. ഇപ്പോൾ 7ാം ക്ലാസ്സും പാസ്സായി, അവർ 10ാം ക്ലാസ്സും പാസ്സായി, 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലും എത്തി നിൽക്കുന്ന തുല്യതാ പഠിതാക്കളാണ് ഞങ്ങൾക്കിവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ഇന്ന് വിജയം ഇപ്പം നേടി. അപ്പോൾ അതിന് ഞങ്ങളുടെ വകയായിട്ടൊരു ചെറിയൊരു അനുമോദനവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പം നടത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നിപ്പം ഈ വിജയം നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ ആ ഒരു ചടങ്ങിൽ ഞങ്ങൾക്ക് ഡയൽ കേരള എന്ന് പറയുന്ന ഒരു ചാനൽ അവർ വന്നു. പിന്നെ ഒരു PKD എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, അവരും ശിലാ മ്യൂസിയം, ഇങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങൾക്ക് വന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അവരുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ അമ്മമാരെ ആദരിക്കുകയുണ്ടായി. അവർക്ക് പൊന്നാടകളും അവർക്ക് കാശും ഒക്കെ കൊടുത്തു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല രുചികരമായ ഭക്ഷണം നമുക്കിവിടെ കൊടുക്കാൻ കഴിഞ്ഞു. നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം, ഇപ്പം ശരിക്കും ഒരു 15 വർഷം മുമ്പ് ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രസവിക്കുന്ന സ്ത്രീകൾ ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. കിലോമീറ്റർ പോകണം. ആ സമയത്ത് ഈ അമ്മമാരാണ് വയറ്റാട്ടി അമ്മമാര്. നമുക്കൊരു 15 വർഷത്തിന് ഇപ്പുറമാണ് ഇവിടെയുള്ള ആൾക്കാർ പലരും ആശുപത്രികളിൽ പ്രസവിക്കാനായിട്ട് പോകുന്നത്. 15 വർഷം മുമ്പുള്ള ഇടത്തൊക്കെ ഈ വയറ്റാട്ടി അമ്മമാരുടെ സേവനമാണ് ഈ കാട്ടിൽ മൊത്തം ഉള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് കാട്ടിലുള്ള ഡോക്ടർമാരാണ്. അവരെ നമ്മൾ ഇങ്ങനെയൊന്നും ആദരിച്ചാൽ പോരാ, ലോകം അറിയേണ്ടത്. നമ്മളൊരു നല്ലൊരു ആദരവ്, അതൊരു നല്ല ഗംഭീര പരിപാടിയാണ്. സന്തോഷം. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാല് ആ രീതിയിൽ തന്നെയാണ് അതിനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് കത്തിച്ച് അതുപോലെ പൊന്നാടയൊക്കെ എല്ലാം വലിയ സന്തോഷം. ഞങ്ങൾക്കൊരു വലിയ ഭാഗ്യം ഉണ്ടായി. ഞങ്ങളിവിടെ വന്നപ്പോൾ ചെയ്യാൻ പറ്റും.